ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയുടെ പേര് സ്പെഷ്യൽ ഗിഫ്റ്റ്, പ്രത്യേക സമ്മാനം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റ് പഠിക്കാം. ഫസ്റ്റ് പോയിന്റ്, രാവിലെ ക്ലാസ്സിൽ വന്നപ്പോൾ അവൾക്ക് ഗോൾഡൻ പേപ്പറിൽ പൊതിഞ്ഞ ഒരു സമ്മാനം കിട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം, രാവിലെ ക്ലാസ്സിൽ വന്നപ്പോൾ. അപ്പോൾ വരിക എന്ന് വെച്ചാൽ എന്താ? കം. അപ്പം കമ്മിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതണം. കാര്യം എന്താ? കാര്യം ഈ ഒരു സെൻറ്റൻസ് ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. ഒരു കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്. ഓൾറെഡി സമ്മാനം കിട്ടി കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ വന്നപ്പോൾ എഴുതിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ വരിക എന്ന് വെച്ചാലല്ലേ കം. അപ്പോൾ കമ്മിനെ പാസ്റ്റ് ഫോമായിട്ട് എഴുതണം. പിന്നെ എന്താ എഴുതിയിരിക്കണേ? അവൾക്ക് ഗോൾഡൻ പേപ്പറിൽ പൊതിയുക എന്ന് വെച്ചാൽ എന്താ? വ്രാപ്പ്. അപ്പോൾ ഇവിടെ പൊതിഞ്ഞ എന്നാണ്ട് നമുക്ക് വ്രാപ്പിനെ പാസ്റ്റ് ഫോം ആക്കി എഴുതാം. ഒരു സമ്മാനം കിട്ടി, സമ്മാനം ഗിഫ്റ്റ്. കിട്ടുക എന്ന് വെച്ചാൽ എന്താ? ഗെറ്റ്. അപ്പോൾ നമുക്ക് ഗെറ്റിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് എഴുതാൻ നോക്കാം. രാവിലെ ക്ലാസ്സിൽ വന്നപ്പോൾ അവൾക്ക് ഗോൾഡൻ പേപ്പറിൽ പൊതിഞ്ഞ ഒരു സമ്മാനം കിട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വെൻ ഷീ. അപ്പോൾ വരിക, ഞാൻ ഓൾറെഡി പറഞ്ഞു. വരിക എന്ന് വെച്ചാൽ എന്താ? വരിക എന്ന് പറഞ്ഞാൽ കം. ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതിയേക്കാം. കം എന്ന് വെച്ചാൽ എന്താ? വരിക. അപ്പോൾ ഈ കമ്മിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കാം. നമുക്ക് കമ്മിൻ്റെ പാസ്റ്റ് ഫോം കെയും. അപ്പം ഇവിടെ നമുക്ക് എഴുതാം വെൻ ഷീ കെയിം. എവിടെ വന്നത്? ക്ലാസ്സിൽ വന്നപ്പോൾ. വെൻ ഷീ കെയിം ടു ക്ലാസ്. എപ്പോഴാ വന്നത്? ജസ്റ്റ് ഇങ്ങനെ വെക്കാൻ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. ഓക്കെ, വെൻ ഷീ കെയിം ടു ക്ലാസ് മോർണിംഗിലല്ലേ വന്നത്? അപ്പോൾ ഇൻ ദ മോർണിംഗ്. വെൻ ഷീ കെയിം ടു ക്ലാസ് ഇൻ ദ മോർണിംഗ്. എന്താണ്? അവർക്കൊരു ഗിഫ്റ്റ് കിട്ടിയെന്നാണ് പറയണത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഷീ. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം ഗിഫ്റ്റ് കിട്ടി. അപ്പം കിട്ടുക എന്ന് വെച്ചാൽ എന്താ? അത് ഞാൻ അതും കൂടി ഇത് ജസ്റ്റ് ബ്രാക്കറ്റിൽ എഴുതാം, കൺഫ്യൂഷൻ ആവില്ല അങ്ങോട്ട് നിങ്ങൾക്ക്. അപ്പം ഇവിടെ എഴുതാം, അല്ലെങ്കിൽ ഇവിടെ എഴുതാം. അപ്പം കിട്ടുക, ഗെറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടി, ഒരു ഗിഫ്റ്റ് കിട്ടി. അപ്പം നമ്മൾ ഗെറ്റിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. നമുക്ക് ഗെറ്റിൻ്റെ പാസ്റ്റ് ഫോം എന്താ? ഗോട്ട്. അപ്പം ഇവിടെ നമുക്ക് ഗോട്ട് എഴുതാം. ഷീ ഗോട്ട് എ. എന്താണ് കിട്ടിയത്? ഷീ ഗോട്ട് എ, ഒരു സമ്മാനം. അപ്പം നമുക്ക് എ ഗിഫ്റ്റ് എന്ന് എഴുതാം. എ ജസ്റ്റ് കാണുന്ന രീതിയിൽ വെക്കാം. ഒരു സമ്മാനം കിട്ടി. അപ്പം എ ഗിഫ്റ്റ്. ഷീ ഗോട്ട് എ ഗിഫ്റ്റ്. എങ്ങനത്തെ സമ്മാനം കിട്ടിയത്? പൊതിഞ്ഞ ഗോൾഡൻ പേപ്പറിൽ, സ്വർണ്ണ നിറത്തിൽ പൊതിഞ്ഞ പേപ്പറിലാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഗോൾഡ് എന്നാണ് എഴുതി, മലയാളത്തിൽ ഗോൾഡ് തന്നെ എഴുതി. ഗോൾഡ് പേപ്പറിൽ പൊതിഞ്ഞ ഒരു ഗിഫ്റ്റ്, ഒരു സമ്മാനം കിട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഷീ ഗോട്ട് എ ഗിഫ്റ്റ്. അപ്പോൾ പൊതിയുക, ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ പൊതിയുക എന്ന് വെച്ചാൽ എന്താ? വ്രാപ്പ്. അപ്പം നമ്മൾ വ്രാപ്പിനെ പാസ്റ്റ് ഫോം ആക്കണം. അപ്പം എങ്ങനെ എഴുതാം? വ്രാപ്ഡ്. WRAPPED, വ്രാപ്ഡ്. അപ്പോൾ എങ്ങനെയാ? ഷീ ഗോട്ട് എ ഗിഫ്റ്റ് wrapped in, ഇങ്ങനെ കാണുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഷീ ഗോട്ട് എ ഗിഫ്റ്റ് wrapped in golden cover. അപ്പം നമുക്കൊന്നും കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പം ഇത് നിങ്ങൾക്ക് തോന്നിയാൽ കവർ എന്നുള്ളത് ഇപ്പുറത്ത് എഴുതാം. കാര്യം ഇത് ഫുള്ള് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഇവിടെ എഴുതാം കവർ. അപ്പം എങ്ങനെയാ? നമുക്കൊന്നും കൂടെ പറയാം. വെൻ ഷീ കെയിം ടു ക്ലാസ് ഇൻ ദ മോർണിംഗ് ഷീ ഗോട്ട് എ ഗിഫ്റ്റ് wrapped in golden cover. അപ്പം എങ്ങനെയാ? രാവിലെ ക്ലാസ്സിൽ വന്നപ്പോൾ അവൾക്ക് ഗോൾഡൻ പേപ്പറിൽ പൊതിഞ്ഞ ഒരു സമ്മാനം കിട്ടി. അപ്പം ഇതാണ് ഈ ഒരു സെൻറ്റൻസിൽ പറയണത്. അപ്പം നമ്മളിവിടെ എന്തൊക്കെ ചേഞ്ചസ് വരുന്നത്? ഈ ഒരു സെൻറ്റൻസ് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ ചേഞ്ചസ് നമ്മൾ വരുത്തേണ്ടിരിക്കുക. നമ്മളിവിടെ കം എന്ന് പറഞ്ഞാൽ വരിക. ആ വരിക എന്നുള്ളത് നമ്മൾ കേം ആക്കി. ഓൾറെഡി വന്നു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഷീ കേം ടു ദ ക്ലാസ് ഇൻ ദ മോർണിംഗ്. ഇപ്പം കിട്ടി എന്നല്ലേ, ഇപ്പം നമ്മൾ കിട്ടി, ഗെറ്റിനെ നമ്മൾ ഗോട്ടാക്കി. ഷീ ഗോട്ട് എ ഗിഫ്റ്റ്. പൊതിയുക വ്രാപ്പ്. ഇവിടെ പൊതിഞ്ഞു എന്നായിട്ട് ഞാൻ വ്രാപ്പിനെ പാസ്റ്റ് ഫോം ആക്കി വ്രാപ്ഡ് ആക്കി. വ്രാപ്ഡ് ഇൻ ഗോൾഡൻ കവർ. അപ്പം നമുക്കൊന്നിച്ചൊന്നും കൂടെ പറയാം. രാവിലെ ക്ലാസ്സിൽ വന്നപ്പോൾ അവൾക്ക് ഗോൾഡൻ പേപ്പറിൽ പൊതിഞ്ഞ ഒരു സമ്മാനം കിട്ടി. വെൻ ഷീ കെയിം ടു ക്ലാസ് ഇൻ ദ മോർണിംഗ് ഷീ ഗോട്ട് എ ഗിഫ്റ്റ് wrapped in golden cover. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അതൊരു പ്രത്യേക സമ്മാനമായിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അപ്പോൾ പ്രത്യേക, സ്പെഷ്യൽ, സമ്മാനം ഗിഫ്റ്റ്. അപ്പം ആയിരുന്നു എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലായി ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്.
നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അതൊരു പ്രത്യേക സമ്മാനമായിരുന്നു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അത് എന്നുള്ളതിന് നമ്മൾ ഇറ്റ് എഴുതി, ഇറ്റ്. അപ്പം ഞാനിവിടെ ജസ്റ്റ് ബ്രാക്കറ്റിൽ ഇവിടെ ഞാൻ ഓപ്ഷൻ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓപ്ഷൻ എഴുതുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈസ് എഴുതാം, വാസ് എഴുതാം, വേർ എഴുതാം. അപ്പം ഈ 3 ജസ്റ്റ് 3 ഓപ്ഷനേ ഞാൻ എഴുതുന്നുള്ളൂ. അപ്പം നമുക്കിത് എവിടെ എന്ത് സെലക്ട് ചെയ്യാം നമുക്ക് നോക്കാം ഈ ഒരു ഓപ്ഷനിൽ. അപ്പം അതൊരു പ്രത്യേക സമ്മാനമായിരുന്നു. അപ്പം നമുക്ക് നിങ്ങൾ ഗസ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കണം. അപ്പം നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് കഴിഞ്ഞിട്ട് ഈസ്. ഈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഈസ് കട്ട് ചെയ്യാണ്, ഈസ് എഴുതാൻ പറ്റില്ല. കാര്യം ഈസ് എന്ന് പറയുന്നത് നമ്മൾ പ്രസൻറ്റ് ഫോമിലാണ് യൂസ് ചെയ്ത് എഴുതുന്നത്. അപ്പം ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് വായിച്ചപ്പോഴേ മനസ്സിലായി ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. പ്രത്യേക സമ്മാനമായിരുന്നു, അപ്പോൾ ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെങ്കിൽ നമുക്ക് വാസ് ഓർ വെയർ യൂസ് ചെയ്തിട്ട് എഴുതാമെന്ന്. അപ്പം ഇവിടെ നമ്മൾക്ക് ഇനി 2 ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് വാസ് യൂസ് ചെയ്യണോ വെയർ യൂസ് ചെയ്യണോ നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ ഗസ് ചെയ്ത് നോക്കിയോ എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന്. അപ്പം ഇത് ഞാൻ ഇത്രയും പറയാൻ കാരണം ഇത് ചെറിയൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇത്രയും പറയാൻ കാര്യം നമുക്കിത് നേരത്തെ ക്ലാസ് കാണാത്തവർക്ക് ഇത് അറിയില്ലായിരിക്കും, ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീപ്പായിട്ട് പറയുന്നത്. കാര്യം ഇത് ചെറിയൊരു സെൻറ്റൻസ് ആണ്, പക്ഷേ ഞാൻ ക്ലിയർ ആയിട്ട് അതുകൊണ്ടാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് എന്ത് എഴുതാം? വാസ് എഴുതണോ വേറെ എഴുതണോ നമുക്ക് നോക്കാം. അപ്പം ഇവിടെ വേറെ ഞാൻ കട്ട് ചെയ്തു. കാര്യം എന്താ വേറെ കട്ട് ചെയ്യാൻ കാര്യം ഇവിടെ ഈ വേറെന്ന് പറയുന്നത് നമ്മുടെ പ്ലൂറൽ സബ്ജക്റ്റ് എപ്പോഴും നോക്കുക. സബ്ജക്റ്റ് ഇവിടെ സിംഗുലാർ സബ്ജക്റ്റാണ് ഇറ്റ്. അപ്പോൾ ഇറ്റ് എന്ന് പറയുന്ന സിംഗുലാർ സബ്ജക്റ്റിൻ്റെ കൂടെ നമുക്ക് ഒരിക്കലും വേർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒന്നിൽ കൂടുതൽ, ഇപ്പം നമുക്ക് ദേ വി ഒക്കെ ആണെങ്കിൽ നമുക്ക് വേർ യൂസ് ചെയ്യാമായിരുന്നു. ഈ ഇറ്റ് എന്ന് പറയുന്ന ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. ഹീ ഷീ ഇറ്റൊക്കെ സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പം നമുക്ക് വേറെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്താ യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഇറ്റ് വാസ്. നമുക്ക് വാസ് യൂസ് ചെയ്യാതെ എഴുതാൻ പറ്റും. അപ്പം എങ്ങനെയാണ്? അതൊരു പ്രത്യേക സമ്മാനമായിരുന്നു. ഇറ്റ് വാസ് എ സ്പെഷ്യൽ ഗിഫ്റ്റ്. അപ്പോൾ ഇതൊരു ചെറിയ സെൻറ്റൻസ് ആണ്, പക്ഷേ ഞാൻ ഇത്രയും പറയാൻ കാരണം നമുക്കൊരു സെൻറ്റൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറയണേ. അപ്പോൾ എങ്ങനെയാണ്? അതൊരു പ്രത്യേക സമ്മാനമായിരുന്നു. ഇറ്റ് വാസ് എ സ്പെഷ്യൽ ഗിഫ്റ്റ്. അപ്പം നമ്മളിവിടെ എന്ത് യൂസ് ചെയ്തു? വാസ് യൂസ് ചെയ്തു. പിന്നെ ഈ വാസ് എന്ന് പറയുന്നത് എന്താ? ഈസിൻ്റെ പാസ്റ്റ് ഫോമാണ് വാസ്. അപ്പം ഈസ് എന്ന് പറയുന്നത് വാസിൻ്റെ പ്രസൻറ്റ് ഫോമാണ്. അപ്പോൾ ഇതും കൂടെ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. അപ്പം എപ്പോഴും ഓർത്തിരിക്കുക, നമ്മൾ വാസ് ആണ് യൂസ് ചെയ്തത്. കാര്യം എന്താ? ഇറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇവിടെ സിംഗുലാർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ വാസ് യൂസ് ചെയ്തത്. അല്ലെങ്കിൽ ഒരു പ്ലൂറൽ സബ്ജക്റ്റ്, പ്രത്യേകിച്ച് വി ദേ ഒക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് വേറെ യൂസ് ചെയ്യാമായിരുന്നു. ഒന്നിൽ കൂടുതലാണ് പ്ലൂറൽ സബ്ജക്റ്റ്. ഇപ്പോൾ ഇത് ഹീ ഷീ ഇറ്റൊക്കെ സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾക്ക് സമ്മാനം കിട്ടിയപ്പോൾ അവൾ അഭിമാനത്തോടെ ചിരിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഇപ്പോൾ കിട്ടുക എന്ന് വെച്ചാൽ നമുക്കിവിടെ ഗെറ്റ് എന്ന് എഴുതാം, റിസീവ് എന്ന് എഴുതാം. ഓൾറെഡി ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഗെറ്റോ അല്ലെങ്കിൽ റിസീവോ എഴുതുന്നതിനെ നമുക്ക് പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതണം. അവൾ അഭിമാനത്തോടെ, അഭിമാനം പ്രൗഡ്, ചിരിക്കുക സ്മൈൽ, അല്ലെങ്കിൽ എന്താ ലാഫ് എന്ന് പറയാം നമുക്ക്. അപ്പോൾ ഇവിടെ എങ്ങനെ നമുക്ക് എഴുതാമെന്ന് നോക്കാം. അവൾക്ക് സമ്മാനം കിട്ടിയപ്പോൾ അവൾ അഭിമാനത്തോടെ ചിരിച്ചു. when she, അപ്പം കിട്ടുക എന്നുള്ളത് ഞാനിവിടെ റിസീവ് എന്നാണ് എഴുതാൻ പോകുന്നത്. അപ്പം RECEIVE. അപ്പം റിസീവ് എന്ന് വെച്ചാൽ കിട്ടുക എന്നാണ്. പക്ഷേ ഇവിടെ കിട്ടിയെന്നല്ലേ, ഓൾറെഡി പാസ്റ്റ് ടെൻസ് ആണ്, കിട്ടിക്കഴിഞ്ഞ കാര്യമാണ്. അപ്പം നമുക്ക് റിസീവിനെ പാസ്റ്റ് ഫോം ആക്കാം. വെൻ ഷീ റിസീവ്ഡ് ആക്കി, ഞാൻ റിസീവിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കി. അപ്പം നിങ്ങൾക്ക് കാണാം റിസീവ്ഡ്. വെൻ ഷീ റിസീവ്ഡ് ദ ഗിഫ്റ്റ്. പിന്നെ എന്താ എഴുതാൻ പോണത് ഞാൻ? അപ്പം അവൾ അഭിമാനത്തോടെ ചിരിച്ചു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഷീ ചിരിക്കുക ഞാനിവിടെ എന്താ എഴുതാൻ പോണേ? സ്മൈൽ. നമുക്ക് ലാഫിന് വേണമെങ്കിലും എഴുതാം. അപ്പം ചിരിച്ചു എന്നാണ് ഞാൻ സ്മൈലിനെ പാസ്റ്റ് ഫോം ആക്കി. ഷീ സ്മൈൽഡ് അഭിമാനത്തോടെ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അഭിമാനം എന്ന് വെച്ചാൽ എന്താ? പ്രൗഡ്. അപ്പം നമ്മൾ ഈ ഒരു സെൻറ്റൻസിൽ എന്ത് ചേഞ്ചൊക്കെ വരുത്തിയാൽ നമുക്ക് നോക്കാം. നമ്മൾ റിസീവിനെ പാസ്റ്റ് ഫോം ആക്കി റിസീവ്ഡ് ആക്കി. പിന്നെ സ്മൈലിനെയും പാസ്റ്റ് ഫോം ആക്കി സ്മൈൽഡാക്കി. അപ്പോൾ ഈ ഒരു 2 ചേഞ്ചസാണ് ഈ ഒരു സെൻറ്റൻസ് ഒരു പാസ്റ്റ് ഫോം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. അവൾക്ക് സമ്മാനം കിട്ടിയപ്പോൾ അവൾ അഭിമാനത്തോടെ ചിരിച്ചു. വെൻ ഷീ റിസീവ്ഡ് ദ ഗിഫ്റ്റ് ഷീ സ്മൈൽഡ് പ്രൗഡ്ലി. വെൻ ഷീ റിസീവ്ഡ് ദ ഗിഫ്റ്റ് ഷീ സ്മൈൽഡ് പ്രൗഡ്ലി. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിച്ചാലോ. നെക്സ്റ്റ് പോയിന്റ്, അവൾ സന്തോഷത്തോടെ സമ്മാനം തുറന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. അപ്പം അവൾ സന്തോഷം ഹാപ്പി,
സമ്മാനം ഗിഫ്റ്റ്, തുറക്കുക ഓപ്പൺ. അപ്പം തുറന്നു എന്നായതുകൊണ്ട് ഓപ്പണിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. അവൾ സന്തോഷത്തോടെ സമ്മാനം തുറന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഷീ, അപ്പം തുറക്കുക ഓപ്പൺ. അപ്പോൾ ഇവിടെ തുറന്നു എന്നായതുകൊണ്ട് ഞാൻ ഓപ്പണിനെ പാസ്റ്റ് ഫോം ആക്കാൻ പോവാണ്. ഷീ ഓപ്പൺഡ്. ഷീ ഓപ്പൺഡ് ദ ഗിഫ്റ്റ്. ഷീ ഓപ്പൺഡ് ദ ഗിഫ്റ്റ് ഹാപ്പിലി. അവൾ സന്തോഷത്തോടെ സമ്മാനം തുറന്നു. ഷീ ഓപ്പൺഡ് ദ ഗിഫ്റ്റ് ഹാപ്പിലി. ഷീ ഓപ്പൺഡ് ദ ഗിഫ്റ്റ് ഹാപ്പിലി. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, സമ്മാനം കണ്ടിട്ട് അവൾക്ക് വിഷമമായി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അപ്പം ഇവിടെ കണ്ടിട്ട്, ഇപ്പോൾ കാണുക എന്ന് വെച്ചാൽ എന്താ? സി. അപ്പം വിഷമം സാഡ്. സമ്മാനം കണ്ടിട്ട് അവൾക്ക് വിഷമമായി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അപ്പം ആഫ്റ്റർ സീയിങ് ദ ഗിഫ്റ്റ്. അപ്പം സമ്മാനം കണ്ടിട്ട്, കണ്ടു കഴിഞ്ഞിട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആഫ്റ്റർ സീയിങ് ദ ഗിഫ്റ്റ് ഷീ. അപ്പം ഇവിടെ ഞാൻ എഴുതാൻ പോണത് ഇപ്പം ബിക്കേം ആണ്. അപ്പം ബിക്കമിൻ്റെ പാസ്റ്റ് ഫോം ആണ് ബിക്കേം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഷീ ബിക്കേം. ആഫ്റ്റർ സീയിങ് ദ ഗിഫ്റ്റ് ഷീ ബിക്കേം സാഡ്. സാഡ് എന്ന് വെച്ചാൽ വിഷമം. സമ്മാനം കണ്ടിട്ട് അവൾക്ക് വിഷമമായി. ആഫ്റ്റർ സീയിങ് ദ ഗിഫ്റ്റ് ഷീ ബിക്കേം സാഡ്. അപ്പം ഇവിടെ ഞാൻ എന്താ ബിക്കമിനെ പാസ്റ്റ് ഫോം ആക്കിയാണ് എഴുതിയത്. ബിക്കമിൻ്റെ പാസ്റ്റ് ഫോം ആണ് ബിക്കേം. അപ്പം നമുക്കിത് വേണമെങ്കിൽ വേറെ രീതിയിലും എഴുതാം. ഞാൻ ജസ്റ്റ് ഈ രീതിയിലാണ് എഴുതി. ഞാൻ വേറെ രീതിയിൽ പറയാം. ആഫ്റ്റർ സീയിങ് ദ ഗിഫ്റ്റ് നമുക്ക് എഴുതാം ഷീ ഫെൽറ്റ് സാഡ്. അപ്പോൾ ഫീലിനെ പാസ്റ്റ് ഫോം ആക്കി ഫെൽറ്റ് എഴുതി. അപ്പം ആ ഒരു രീതിയിലും എഴുതാം. ഞാൻ എല്ലാം കൂടെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണില്ല. അപ്പം ഇവിടെ എഴുതി നമ്മൾ നോക്കാം. സമ്മാനം കണ്ടിട്ട് അവൾക്ക് വിഷമമായി. ആഫ്റ്റർ സീയിങ് ദ ഗിഫ്റ്റ് ഷീ ബിക്കെയിം സാഡ്. അപ്പം ബിക്കം എന്ന ഒരു പ്രസൻറ്റ് ഫോമിനെ ഞാൻ പാസ്റ്റ് ഫോമിലോട്ടാക്കി, ബിക്കെയിം. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അതൊരു പഴുത്ത മാങ്ങയായിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. അപ്പം പഴുത്തത് എന്തിനാണ് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? റൈപ്പ്. RIPE, റൈപ്പ്. മാങ്ങ ആയിരുന്നു. അപ്പം ആയിരുന്നു എന്നുള്ളതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ നമുക്ക് എഴുതാം? അതൊരു പഴുത്ത മാങ്ങ ആയിരുന്നു. അപ്പം നമുക്ക് ഇവിടെ ഓൾറെഡി ഞാൻ ഇതേ ഒരു സെൻറ്റൻസിൻ്റെ വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ് തൊട്ട് മുമ്പ്. അപ്പം നമുക്ക് ഇതെങ്ങനെ എഴുതാൻ നോക്കാം. അതൊരു, അപ്പം പഴുത്ത മാങ്ങയായിരുന്നു. അപ്പം നമുക്ക് എഴുതാം വാസ്. കാര്യം എന്താ? ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. ആയിരുന്നു, അപ്പം പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന് മനസ്സിലായി. അപ്പം നമുക്കറിയാം ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെങ്കിൽ നമുക്ക് വാസ് ഓർ വേർ യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. അപ്പം ഇവിടെ എന്താ വാസ് യൂസ് ചെയ്തത്? കാര്യം ഇറ്റ് ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ടാണ് വാസ് യൂസ് ചെയ്തത്. അപ്പം ഇറ്റ് വാസ് എ റൈപ്പ്. ഇറ്റ് വാസ് എ റൈപ്പ് മാംഗോ. അപ്പം ഇറ്റ് വാസ് എ റൈപ്പ് മാംഗോ. അതൊരു പഴുത്ത മാങ്ങയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ വാസ് എന്തുകൊണ്ട് യൂസ് ചെയ്തു എന്ന്. അപ്പോൾ വേറെ യൂസ് ചെയ്തത് എന്താ? കാര്യം നമ്മൾ വേറെ യൂസ് ചെയ്യാഞ്ഞത് ഇറ്റ് എന്ന് പറയുന്ന സിംഗുലാർ സബ്ജക്റ്റ് ആണ്, ഒരു പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ വേറെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വേറെ യൂസ് ചെയ്യാഞ്ഞത്. അപ്പം ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. ഇറ്റ് വാസ് എ റൈപ്പ് മാംഗോ. അതൊരു പഴുത്ത മാങ്ങയായിരുന്നു. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ക്ലാസ്സിലെ എല്ലാവരും അവളെ നോക്കി ചിരിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? എല്ലാവരും, എവ്രി വൺ. നോക്കുക, ലുക്ക്. അപ്പോൾ ഇവിടെ നോക്കി എന്നായതുകൊണ്ട് ലുക്കിനെ പാസ്റ്റ് ഫോം ആയിട്ട് നമുക്ക് എഴുതാം. ചിരിക്കുക, സ്മൈൽ എന്ന് പറയാം, ലാഫ് എന്ന് പറയാം. ചിരിച്ചു എന്നാണ്, അപ്പോൾ നമുക്ക് പാസ്റ്റ് ഫോം എഴുതാം. എന്തിൻ്റെ? സ്മൈലിൻ്റെ ആയാലും ലാഫിൻ്റെ ആയാലും നമുക്ക് പാസ്റ്റ് ഫോം ആക്കി എഴുതാം. അപ്പം എങ്ങനെ നമുക്ക് എഴുതാൻ നോക്കാം. ക്ലാസ്സിലെ എല്ലാവരും അവളെ നോക്കി ചിരിച്ചു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എവ്രി വൺ, എവ്രി വൺ എല്ലാവരും. എവ്രി വൺ ഇൻ ദ ക്ലാസ്, ക്ലാസ്സിലെ എല്ലാവരും. എവ്രി വൺ ഇൻ ദ ക്ലാസ് എന്താണ് ചെയ്തത്? അവളെ നോക്കി. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? നോക്കുക എന്ന് വെച്ചാൽ ലുക്ക് എന്നല്ലേ. അപ്പം നമ്മൾ ലുക്കിനെ പാസ്റ്റ് ഫോം ആക്കാം, ലുക്ക്ഡ്. എവ്രി വൺ ഇൻ ദ ക്ലാസ് ലുക്ക്ഡ്, അവളെ നോക്കി. അപ്പം നമുക്ക് എഴുതാം അറ്റ് ഹെർ. എവ്രി വൺ ഇൻ ദ ക്ലാസ് ലുക്ക്ഡ് അറ്റ് ഹെർ ആൻഡ് ലാഫ്ഡ്. അപ്പം സ്മൈൽ അല്ലെങ്കിൽ ലാഫ്. അപ്പോൾ നമ്മൾ പാസ്റ്റ് ഫോം ആക്കിയിട്ട് നമുക്ക് എഴുതാം. അപ്പം ലാഫിനെ ഞാൻ പാസ്റ്റ് ഫോം ആക്കി, ലാഫ്ഡ് ആക്കി. അപ്പം നമുക്ക് എങ്ങനെ എഴുതിയത്? എവ്രി വൺ ഇൻ ദ ക്ലാസ് ലുക്ക്ഡ് അറ്റ് ഹെർ ആൻഡ് ലാഫ്ഡ്. ക്ലാസ്സിലെ എല്ലാവരും അവളെ നോക്കി ചിരിച്ചു.
എവ്രി വൺ ഇൻ ദ ക്ലാസ് ലുക്ക്ഡ് അറ്റ് ഹെർ ആൻഡ് ലാഫ്ഡ്. അപ്പം ഇവിടെ ഈ ഒരു 2 വേർഡ്സിനാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. ലുക്കിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കി ലുക്ക്ഡ് ആക്കി, ലാഫ്നെയും പാസ്റ്റ് ഫോം ആക്കി ലാഫ്ഡ് ആക്കി. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഇനി നെക്സ്റ്റ് പോയിന്റ്, പെട്ടെന്ന് മാങ്ങ അവളുടെ കയ്യിൽ നിന്നും താഴെ വീണു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. പെട്ടെന്ന്, സഡൻലി. താഴെ വീഴുക നമുക്ക് പറയാം ഫാൾ ഡൗൺ. അപ്പോൾ ഇവിടെ താഴെ വീണു എന്നാണ്. അപ്പോൾ നമുക്ക് ഫാൾ ഡൗണിൻ്റെ പാസ്റ്റും എഴുതാം. ഫാളിനെ പാസ്റ്റും ആക്കിയിട്ട് എഴുതാം. അപ്പം എങ്ങനെ എഴുതാൻ നോക്കാം. പെട്ടെന്ന് മാങ്ങ അവളുടെ കയ്യിൽ നിന്നും താഴെ വീണു. നമുക്ക് എങ്ങനെ എഴുതാം. സഡൻലി ദ മാംഗോ. അപ്പോൾ താഴെ വീഴുക എന്ന് വെച്ചാൽ ഫാൾ ഡൗൺ. അപ്പം ഇവിടെ ജസ്റ്റ് ഞാൻ ബ്രാക്കറ്റിൽ എഴുതാം. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പം ഫാളിന് 3 ഫോംസ് ഉണ്ട്. ഫാൾ, ഫെൽ, ഫാളൻ. ഇപ്പം നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കണോ. അപ്പോൾ എന്തൊക്കെ 3 ഫോംസ്? ഫാൾ, ഫെൽ, ഫാളൻ. അപ്പം അതിൽ നമ്മൾ ഏത് ഫോമാണ് എഴുതാൻ പോകുന്നത്? സഡൻലി ദ മാംഗോ. നമ്മൾ ഫാളല്ല എഴുതുന്നത്. ഫാൾ വെട്ടി, ഫാളെന്നും വെട്ടി നമ്മൾ ഫെല്ലാണ് എഴുതാൻ പോകുന്നത്. സഡൻലി ദ മാംഗോ ഫെൽ ഡൗൺ. അപ്പം ഫെൽ ഡൗൺ, താഴെ വീണു. ഫെൽ ഡൗൺ ആരുടെ കയ്യിൽ നിന്ന്? അവളുടെ കയ്യിൽ നിന്ന്. ഫ്രം ഹെർ ഹാൻഡ്. നമ്മളെങ്ങനെ എഴുതിയത്? സഡൻലി ദ മാംഗോ ഫെൽ ഡൗൺ ഫ്രം ഹെർ ഹാൻഡ്. പെട്ടെന്ന് മാങ്ങ അവളുടെ കയ്യിൽ നിന്നും താഴെ വീണു. അപ്പം ജസ്റ്റ് ഓർത്ത് വെച്ചേക്കോ, ഫാളിന് 3 ഫോംസ് ഉണ്ട്. ഫാൾ, ഫെൽ, ഫാളൻ. അപ്പോൾ അതിലെ സെക്കൻഡ് ഫോമാണ് നമ്മളിവിടെ എഴുതിയത്. ടിക്ക് ചെയ്തേക്കാം. അപ്പം പെട്ടെന്ന് മാങ്ങ അവളുടെ കയ്യിൽ നിന്ന് താഴെ വീണു. സഡൻലി ദ മാംഗോ ഫെൽ ഡൗൺ ഫ്രം ഹെർ ഹാൻഡ്. അപ്പം നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവളുടെ കൂട്ടുകാരി പഴുത്ത മാങ്ങയിൽ ചവിട്ടി തെന്നി വീഴാൻ തുടങ്ങി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവളുടെ കൂട്ടുകാരി, ഹെർ ഫ്രണ്ട്. പഴുത്തത്, റൈപ്പ്. പഴുത്ത മാങ്ങ, റൈപ്പ് മാംഗോ. അപ്പം തെന്നുക അല്ലെങ്കിൽ വഴുതുക നമുക്ക് എങ്ങനെ പറയാം? സ്ലിപ്പ്. അപ്പം വീഴാൻ തുടങ്ങി. അപ്പോൾ വീഴുക എങ്ങനെ നമുക്ക് പറയാം? ഫോൾ. അപ്പം ഇവിടെ വീണ് കഴിഞ്ഞ കാര്യമാണെങ്കിൽ നമുക്ക് ഫോളിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവളുടെ കൂട്ടുകാരി പഴുത്ത മാങ്ങയിൽ ചവിട്ടി തെന്നി വീഴാൻ തുടങ്ങി. ഹെർ ഫ്രണ്ട്, അവളുടെ കൂട്ടുകാരി. ഹെർ ഫ്രണ്ട് സ്ലിപ്പ് എന്ന് വെച്ചാൽ തെന്നുക. അപ്പം ഇവിടെ വീഴാൻ തുടങ്ങി എന്നാണ്. ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യമാണ് പറയണത്. ഹെർ ഫ്രണ്ട്. അപ്പം നമ്മൾ സ്ലിപ്പിനെ പാസ്റ്റ് ഫോം ആക്കി. സ്ലിപ്ഡ്. ഹെർ ഫ്രണ്ട് സ്ലിപ്ഡ് ഓൺ ദ. എവിടെയാ സ്ലിപ്ഡ്? ഓൺ ദ പഴുത്ത, റൈപ്പ്. പഴുത്ത മാങ്ങയിലല്ലേ സ്ലിപ്പായത്. അപ്പം റൈപ്പ് മാംഗോ. ഹെർ ഫ്രണ്ട് സ്ലിപ്ഡ് ഓൺ ദ റൈപ്പ് മാംഗോ ആൻഡ്. അപ്പം വീഴാൻ തുടങ്ങി എന്നാണ്. അപ്പോൾ തുടങ്ങുക എന്നുള്ളതിന് നമ്മൾ ബിഗിൻ പറയും. അപ്പം ബിഗിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കാം. ഇവിടെ ബിഗിൻ്റെ പാസ്റ്റ് ഫോം ബിഗാൻ എഴുതി. അപ്പം ഹെർ ഫ്രണ്ട് സ്ലീപ്ഡ് ഓൺ ദ റൈപ്പ് മാംഗോ ആൻഡ് ബിഗാൻ ടു. അപ്പോൾ വീഴുക എന്നുള്ളതിന് എന്താ? ഫോൾ. ബിഗാൻ ടു ഫോൾ. നമ്മൾ എങ്ങനെ എഴുതിയത്? അവളുടെ കൂട്ടുകാരി പഴുത്ത മാങ്ങയിൽ ചവിട്ടി തെന്നി വീഴാൻ തുടങ്ങി. ഹെർ ഫ്രണ്ട് സ്ലീപ്ഡ് ഓൺ ദ റൈപ്പ് മാംഗോ ആൻഡ് ബിഗാൻ ടു ഫോൾ. ഹെർ ഫ്രണ്ട് സ്ലീപ്ഡ് ഓൺ ദ റൈപ്പ് മാംഗോ ആൻഡ് ബിഗാൻ ടു ഫോൾ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഇത് നമ്മുടെ ലാസ്റ്റ് പോയിൻ്റാണ്. അവളും കൂട്ടുകാരികളും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അപ്പം അവളും കൂട്ടുകാരിയും, ഷീ ആൻഡ് ഹെർ ഫ്രണ്ട്സ്, ഉറക്കെ, ലൗഡ്. ചിരിക്കുക, ലാഫ്, സ്മൈൽ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവളും കൂട്ടുകാരികളും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അപ്പം നമുക്ക് എഴുതാം ഷീ ആൻഡ് ഹെർ ഫ്രണ്ട്സ്. അവളും കൂട്ടുകാരികളും. ഷീ ആൻഡ് ഹെർ ഫ്രണ്ട്സ്. അപ്പം തുടങ്ങുക എന്ന് വെച്ചാൽ ബിഗിൻ. അപ്പോൾ ഇവിടെ തുടങ്ങി എന്നായതുകൊണ്ട് ഞാൻ ബിഗിനെ പാസ്റ്റ് ഫോം ആക്കി എഴുതാൻ പോവാണ്. ബിഗിൻ്റെ പാസ്റ്റ് ഫോം ബിഗാൻ. ഷീ ആൻഡ് ഹെർ ഫ്രണ്ട്സ് ബിഗാൻ ടു ലാഫ് ചിരിക്കുക, ലൗഡ്ലി ഉറക്കെ. നമ്മളെങ്ങനെ എഴുതി? ഷീ ആൻഡ് ഹെർ ഫ്രണ്ട്സ് ബിഗാൻ ടു ലാഫ് ലൗഡ്ലി. അവളും കൂട്ടുകാരികളും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അപ്പം ഇവിടെ എന്തൊക്കെ ചേഞ്ചാണ് നമ്മൾ വരുത്തിയത്? ബിഗിൻ്റെ പാസ്റ്റ് ഫോം ബിഗാനാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ഷീ ആൻഡ് ഹെർ ഫ്രണ്ട്സ് ബിഗാൻ ടു ലാഫ് ലൗഡ്ലി. അപ്പം നമുക്ക് ഇന്നത്തെ സ്റ്റോറി കഴിഞ്ഞു.
അപ്പം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.